ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന ഇടതുപക്ഷവും യു.ഡി.എഫും ശക്തമായി പറയുന്നുണ്ടെങ്കിലും ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് ശക്തമായ ത്രികോണ മത്സരം നടന്നിരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി വലിയ രൂപത്തിൽ വോട്ട് പിടിച്ചാൽ അത് ഏറ്റവും അധികം ദോഷം ചെയ്യുക യു.ഡി.എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനായിരിക്കും. ഇടതുപക്ഷത്തിന്റെ അവസാന വോട്ടും പന്ന്യന്റെ പെട്ടിയിൽ വീണതിൽ ഇടതുപക്ഷ നേതൃത്വവും വലിയ ആത്മവിശ്വാസത്തിലാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് സമാനമായ വിധിയെഴുത്തുണ്ടായാൽ പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കുമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. പന്ന്യൻ കൂടുതൽ വോട്ടുകൾ പിടിക്കുകയും 2019 ബി.ജെ.പി വോട്ട് ഷെയർ ഉയർത്തുകയും ചെയ്താൽ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. 2019 ബി.ജെ.പി സംസ്ഥാനത്ത് 2ാം സ്ഥാനത്തെത്തിയ ഏക മണ്ഡലവും തിരുവനന്തപുരമാണ്. ഇനി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വിജയിക്കാൻ തരൂരിന് കഴിഞ്ഞാൽ ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള ഗ്രൗണ്ട് റിയാലിറ്റിയും അതുതന്നെയാണ് തെളിയിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിലെ സ്ഥിതി വ്യത്യാസമാണ്. ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി ജോയിക്കാണ് കൂടുതൽ സാധ്യത. ബി.ജെ.പി സ്ഥാനാർത്ഥി വി മുരളീധരൻ ശക്തമായി രംഗത്തുള്ളത് മൂലം യു.ഡി.എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ വോട്ട് ചേർത്തിക്കളഞ്ഞാൽ ജോയിക്ക് കാര്യങ്ങൾ എളുപ്പമാകും. അതേസമയം ഈ മണ്ഡലത്തിൽ മുരളീധരന് അനുകൂലമായ നിശബ്ദ തരംഗമുണ്ടെന്ന് അവകാശപ്പെടുന്ന ബി.ജെ.പി നേതൃത്വവും പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ബി.ജെ.പി പ്രതീക്ഷ അർപ്പിക്കുന്ന അടുത്ത മണ്ഡലം തൃശൂരാണ്. ഏറ്റവും ഒടുവിലുണ്ടായ തൃശൂർ പൂര വിവാദം കൂടി വോട്ടായാൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് ബി.ജെ.പി നേതൃത്വം അവകാശപ്പെടുന്നത്. തൃശൂരിലും തിരുവനന്തപുരത്തും വിജയിക്കണമെന്ന നിഗമനത്തിലാണ് ബി.ജെ.പി ദേശീയ നേതൃത്വമുള്ളത്. എന്നാൽ ജനകീയനായ വി.എസ്. സുനിൽകുമാർ വന്നതോടെ തൃശൂരിന്റെ ചിത്രം മാറിയെന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. തൃശൂർ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇടതു നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. കെ മുരളീധരൻ വന്നതോടെ പ്രതാപന് കിട്ടേണ്ട വോട്ടുകൾ യു.ഡി.എഫിന് ലഭിക്കുന്നില്ല എന്നാണ് ഇടതുപക്ഷവും ബി.ജെ.പി വിലയിരുത്തുന്നത്. മുരളീധരനാകട്ടെ പാർട്ടി നേതാക്കളുടെ നിസ്സഹകരണത്തിൽ കടുത്ത അതിർത്തിയിലാണുള്ളത്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം 2019 പോലെ ഇത്തവണ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും പ്രവർത്തിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുതന്നെയാണ് നേതൃത്വത്തിന്റെയും സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിസന്ധികളെ മറികടന്ന് തരൂരും മുരളീധരനും വിജയിച്ചാൽ അത് യു.ഡി.എഫിന്റെ നേട്ടം എന്നതിലുപരി അവരുടെ വ്യക്തിപരമായ നേട്ടമായി മാറാനാണ് സാധ്യത. ബി.ജെ.പി എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന പത്തനംതിട്ടയിൽ പ്രമുഖ ക്രൈസ്തവ സഭ പരസ്യമായ ബി.ജെ.പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആന്റണിയേക്കാൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനാണ് സാധ്യത കൂടുതൽ. വോട്ടിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. എം.പി എന്ന നിലയിൽ ആന്റണിക്കെതിരെ മണ്ഡലത്തിൽ വലിയ വികാരമുണ്ട് എന്നതും ഇടതുപക്ഷ പ്രതീക്ഷകൾക്ക് ചിറക് നൽകുന്നതാണ്.